എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഒരു ഫുൾ റോസ്റ്റഡ് ഡക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് എന്തായാലും നമുക്കൊരു ഫുൾ റോസ്റ്റഡ് ഡക്ക് ഉണ്ടാക്കി നോക്കാം. ഫുൾ റോസ്റ്റ് ഡക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 4 പച്ചമുളക്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഗാർലിക്കിൻ്റെ ഫ്ലേവർ കുറച്ചധികം വേണം, അത് കാരണം കുറച്ച് ഗാർലിക് കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, കടുക് 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഒരു ചെറിയ കറുവാപ്പട്ട, തക്കോലം 2 എണ്ണം, ഗ്രാമ്പു ഒരു 4 എണ്ണം, ഏലക്ക ഒരു 4 എണ്ണം, അയമോദകം ഒരു 1/4 ടീസ്പൂൺ, ജാതിപത്രി ഒരു സ്മോൾ പീസ്. ഇപ്പം ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഒരു 2 ടീസ്പൂൺ വേണം. കസൂരി മേത്തി ഒരു പിഞ്ച് കസൂരി മേത്തിയും വേണം. തൈര് ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും തൈര് നമുക്ക് ആവശ്യമുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവധികം ആവശ്യമില്ലാത്തൊരു പെപ്പർ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒരു മിക്സിയിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത മസാല നമ്മൾ ഡക്കിലേക്ക്, ഫുൾ ഡക്കിലേക്ക് തൊലിയോട് കൂടിയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഫുൾ ഡക്കിലേക്ക് അത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. തേച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം അതിലേക്ക് മസാല പിടിക്കാനാക്കി വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിൽ സിൽവർ ഫോയിൽ വെച്ച് ഓവനിലേക്ക് വെക്കുക. 200 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ വരെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഉള്ളി, പച്ചമുളക്, തക്കാളി എന്നിവ വഴറ്റി അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും പെപ്പറും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പും പെപ്പറും ഇട്ട ഗ്രേവിയിലേക്ക് നമുക്ക് പകുതി കട്ട് ചെയ്ത ഡക്കിനെ ഇറക്കി വെക്കാം. ഞാനിവിടെ പകുതിയെ യൂസ് ചെയ്തുള്ളൂ. മൊത്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ മൊത്തമായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ബീൻസും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ ഗ്രേവി റെഡ്യൂസ് ചെയ്തെടുക്കുക. ഇങ്ങനെ എടുത്ത റോസ്റ്റ് ഡക്ക് അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റുള്ള റോസ്റ്റ് ഡക്കായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ.